അവസാനത്തെ ബന്ദിയും ഇസ്രായേലിൽ തിരിച്ചെത്തിയിരിക്കുന്നു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളിൽ ജീവിച്ചിരിക്കുന്ന 20 പേരെയും ഹമാസ് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 7 പേരെയും രണ്ടാം ഘട്ടത്തിൽ 13 പേരെയും റെഡ് ക്രോസ് വഴി ഇസ്രായേലിന് കൈമാറുകയായിരുന്നു ഹമാസ് ചെയ്തത്. ട്രംപിന്റെ സമാധാന പദ്ധതികളുടെ ഭാഗമായാണ് ബന്ദിമോചനം. 251 പേരെയാണ് ഹമാസ് പിടികൂടിയിരുന്നത്. ഹമാസിനെ തകർക്കാൻ ഇസ്രായേൽ 2 വർഷത്തോളം നടത്തിയ ആക്രമണങ്ങളിൽ പലരും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അവശേഷിക്കുന്ന 28 മൃതദേഹങ്ങൾ ഹമാസ് IDFന് കൈമാറുകയും ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വൻ സംവിധാനങ്ങളാണ് തിരിച്ചുവരുന്നവർക്കായി സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. പ്രൈവറ്റ് റൂമുകൾ, വസ്ത്രങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയടങ്ങിയ സമ്മാന കിറ്റുകൾ എല്ലാം ഒരുക്കി ബന്ദികളെ വരവേറ്റു ഇസ്രായേൽ. ട്രംപിന്റെ 20 ദിന സമാധാന കരാറിന്റെ ആദ്യഘട്ടം ഇതോടുകൂടി പൂർത്തിയാവുകയാണ്. ഇനി എന്താണ് ബാക്കി? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ബന്ദിമോചനത്തിന് പിന്നാലെ ഇസ്രായേലിലെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നെതന്യാഹു നേരിട്ടെത്തിയായിരുന്നു സ്വീകരിച്ചത്. താങ്ക് യു ട്രംപ് എന്ന ബാനർ കടൽ തീരത്ത് ഒരുക്കിയാണ് ഇസ്രായേൽ അദ്ദേഹത്തിന് നന്ദി അറിയിച്ചത്. ജാരഡ് കുഷ്നർ, ഇവാൻക ട്രംപ്, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർക്കൊപ്പം എത്തിയ ട്രംപ് ഇസ്രായേൽ പാർലമെന്റിൽ പ്രസംഗിക്കുകയും ചെയ്തു. താൻ കാരണമാണ് ബന്ദിമോചനം സാധ്യമായതെന്ന് സ്ഥാപിച്ചെടുക്കലായിരുന്നു പ്രസംഗത്തിന്റെ രത്ന ചുരുക്കം. അശാന്തിയുടെ നാളുകൾ അവസാനിച്ചുവെന്നും മധ്യപൂർവേഷ്യയിൽ സമാധാനത്തിന്റെ സൂര്യൻ ഉദിച്ചിരിക്കുന്നു എന്നുമാണ് ട്രംപ് പറഞ്ഞത്. 2 വർഷം നീണ്ട യുദ്ധത്തിൽ ഇസ്രായേലിനെ ധീരമായി മുന്നോട്ട് നയിച്ചതിന് നെതന്യാഹുവിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ട്രംപ്. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് ഇസ്രായേൽ പാർലമെന്റ് അംഗങ്ങൾ ട്രംപിനെ സ്വീകരിച്ചത്. ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിനും ഗോൾഡൻ ഏജ് ആരംഭിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിനിടെ ട്രംപിനെ കൂവി വിളിച്ച് പ്രതിപക്ഷ MPമാർ പാർലമെന്റിനുള്ളിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ട്രംപ് പ്രസംഗിക്കുന്നതിനിടെ ഇടതുപക്ഷ ഇസ്രായേലി അംഗങ്ങളായ ഐമൻ ഒഡേ, ഓഫർ കാസിഫ് എന്നിവർ ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം ആവശ്യപ്പെട്ട് ബാനറുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധിച്ചത്. സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം ഇവരെ സുരക്ഷാസേന ബലം പ്രയോഗിച്ച് പുറത്താക്കിയതും നാടകീയ സംഭവങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അവിടെ നിന്ന് പിന്നീട് ട്രംപ് ഈജിപ്തിലേക്ക് പോയി. സമാധാന കരാറിന്റെ കക്ഷികളായ ഇസ്രായേലും ഹമാസും ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാനും ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിന്നു. അമേരിക്കയുടെ ആക്രമണങ്ങളും ഉപരോധവും ചൂണ്ടിക്കാട്ടി പങ്കെടുക്കില്ല എന്ന് പ്രസ്താവിക്കുകയായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി. വെടിനിർത്തലിന് ശേഷം മടങ്ങിയെത്തിയ ഫലസ്തീനികൾക്ക് മുന്നിൽ ബോംബിട്ട് തകർത്ത കെട്ടിടങ്ങളും മലിനമായ ജലവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവുമാണുള്ളത്. അടിയന്തര സഹായം ഗസയിലേക്ക് കടത്തിവിടാൻ ഇസ്രായേൽ ഇനിയും അനുവാദം നൽകാത്തതും പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. സമാധാന പദ്ധതി പ്രകാരം ഗസയുടെ പുനർനിർമ്മാണം വരും ഘട്ടങ്ങളിലാണ്. ഗസയെ നിരായുധീകരിക്കുക എന്ന സങ്കീർണമായ ഘട്ടവും മുന്നിലുണ്ട്. ഈ ഒരു പോയിന്റ് പക്ഷേ ഹമാസ് ഇനിയും അംഗീകരിച്ചിട്ടില്ല. തുടർന്ന് നടക്കുന്ന ചർച്ചകളായിരിക്കും ഇനി ഗസയുടെ ഭാവി തീരുമാനിക്കുക.